ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് പൂവമ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ? ഞാൻ പൂവമ്പഴം വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഈ പൂവമ്പഴം ഫസ്റ്റ് ഒന്ന് തോലൊളിച്ചിട്ട് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു 5 പൂവമ്പഴമായിട്ട് എടുത്തേ. അപ്പോൾ ഈ പൂവമ്പഴം നമുക്കൊന്ന് ഇതേപോലെ അരിഞ്ഞ് വയ്ക്കാം. ഇത് മിക്സീൻ്റെ ജാറിലിട്ട് കറക്കാനാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അരിയണത് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മളെ പഴമൊക്കെ ഞാൻ നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സീൻ്റെ ജാറൊക്കെ ഇടാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതേപോലെ 3 കറാമ്പൂ ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യായിട്ട് ഒഴിച്ചെടുക്കണ്ടേ. ഇത് ചെറിയ സ്പൂണായതുകൊണ്ടാണ് ഞാനൊരു 3 സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചാണ്. അപ്പോൾ അത് അളവൊന്നുമില്ല, ഒരു ഏലക്കായൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുക്കാം. ഇത് കാരമൽ ചെയ്ത പഞ്ചസാരയാണ്. ഒരു 6 സ്പൂണ് പഞ്ചസാര എടുത്തതെന്ന് ഞാൻ. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കിന് നല്ലൊരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാരമൽ ഉണ്ടാക്കുന്ന വീഡിയോ തൃശ്ശൂരിൽ നിന്ന് സണ്ണിയേട്ടൻ വന്നൊരു വീഡിയോ എടുത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരമലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടൊരു പായസം ഞാൻ ഉണ്ടാക്കിയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിനി ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ പഴം ഇതൊക്കെ ഞാൻ അടിച്ച് വെച്ചാൽ ഇതിവിടെ നിൽക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങളോട് ചേർക്കാണ്ട്, മൈദപ്പൊടിയൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിനാണ് ഞാൻ മൈദപ്പൊടി എടുത്തത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു അരിപ്പേക്ക് ഈ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് അരിപ്പൊടിയാണ്, അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. ഇനി ബേക്കിംഗ് സോഡയും കൂടി ചേർക്കണം നമുക്ക്. അതൊരു 1/4 ടീസ്പൂൺ മതി. ടീസ്പൂണെല്ലാം ചെറിയ സ്പൂണായിട്ട് എടുത്ത് കുറച്ച് അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊരു 3 പ്രാവശ്യം ഇങ്ങനെ നല്ലപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3 തവണ ഞാൻ നല്ലപോലെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇളക്കട്ടോ. അപ്പോൾ അത് പതുക്കെ ഇളക്കണം കേട്ടോ. ഒരേ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. പൊടി നമ്മൾ 3 തവണയായിട്ട് ഫുള്ള് ഇട്ട് കൊടുത്തു കേട്ടോ. പതുക്കെ ഇളക്കി ഒക്കെ സെറ്റാക്കി വെച്ചു. ഇതിലേക്ക് നമുക്ക് എന്താ ചേർക്കേണ്ട അറിയോ? പിന്നെ വാനില എസൻസും ചേർക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചാട്ടോ ഞാൻ. അപ്പോൾ അതും കൂടി ചേർക്കുക. ഒരു 1/2 സ്പൂണ് വാനില എസൻസ്. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പായിരുന്നു, അതെടുത്ത് ഞാൻ പൊടിച്ചതാട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടുള്ളൂ. ഞാൻ ഈ ഒരു പാത്രത്തിന് നിറച്ചും ഇങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചേന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടു. ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ പഴം ചേർത്തോണ്ട് അത്യാവശ്യം മധുരം ഉണ്ട്. എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ മധുരം ഉണ്ടോയെന്ന്. അപ്പം ഞാനിത് നോക്കിയപ്പോഴേക്ക് കുറച്ചൊരു മധുരം കുറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചില്ല നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി, അതും കൂടി കുറച്ചിട്ട് കൊടുക്കുക ഇതിൽ. അപ്പോൾ ബാറ്ററൊക്കെ നല്ലോണം റെഡിയാക്കി വെച്ചു. നമ്മൾ കുക്കറിലാട്ടോ ഉണ്ടാക്കാൻ പോണ കേക്ക്. കുക്കറിൻ്റെ ഉള്ളിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തില്ല. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണേ. എയറൊക്കെ ഉണ്ടെങ്കിലൊന്ന് പൊന്തി പോന്നോട്ടെ. അപ്പോൾ അത് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡെക്കറേഷനൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ അതിൻ്റെ മുകളിൽ. ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അതേപോലെ ഇങ്ങനെ വെച്ചെടുത്താലേ കേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഇത് മാക്സിമം നമുക്ക് ഇതിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ നല്ല പോലെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമുക്കത് അടച്ചു കൊടുക്കട്ടോ. നമുക്കത് ഗ്യാസിൽ വെച്ച് വേവിക്കട്ടോ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഞാനൊരു ഇരുമ്പിൻ്റെ പാത്രം ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റേന്ന് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ചൂടായപ്പോൾ ഒന്ന് സിമ്മാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ മുകളിലത്തെ ഈ വിസിൽ ഊരിക്കുക. എന്നിട്ട് നമ്മളെ പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതൊരു 40 മിനിറ്റ് വരെ അങ്ങനെ ഈ ലോ ഫ്ലെയിമിൽ കിടന്നങ്ങനെ വേവണം. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവൊക്കെ ഓഫാക്കി വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കിന് ഞാൻ 40 മിനിറ്റേന്ന് സമയം പറഞ്ഞേന്നേ. അപ്പോൾ 40 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു നോക്കിയായിരുന്നു. പക്ഷെ അപ്പോൾ വെന്തുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചു. ഇപ്പോൾ നല്ലോണം വെന്തുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. വാവ്, നല്ലോണം വെന്തത്. പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് വേറെ പാത്രത്തേക്ക് ഇടണം. അപ്പോൾ ചൂടാറിനെതിരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്നൊന്ന് മാറ്റാം കേട്ടോ.
ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് പൊളിച്ചു കൊടുക്കുക. അപ്പോൾ അത് ആ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു പ്ലേറ്റിക്ക് മാറ്റാം. നമ്മളെ കേക്ക് നല്ലോണം പൊന്തിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് കട്ട് ചെയ്തൊക്കെയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിസാമാണ് ഇന്നുള്ളത് നമ്മളെ കൂടെ. അപ്പോൾ എന്നാൽ കട്ട് ചെയ്ത് വെക്കല്ലേ? കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കി കേട്ടോ. എന്താ അഭിപ്രായം? പഴത്തിന്റെയും പിന്നെ നട്സിന്റെ ഇതിലൊക്കെ നല്ല ടേസ്റ്റ്. പഴത്തിന്റെ ഫ്ലേവറൊക്കെ നല്ല കിട്ടുന്നുണ്ട്. അതെ, സോഫ്റ്റ് ആണ്. ഇങ്ങനത്തെ കേക്ക് ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് കഴിച്ചിട്ടില്ല. പഴത്തിന്റെ ഞാൻ ആദ്യമായിട്ട് കഴിക്കല്ലേ? പിന്നെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കേക്കാണ്. നമ്മൾ ക്രീമും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പം ഇനി ഞാനും കൂടി ഒന്ന് കഴിക്കല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ ആ പഴത്തിൻ്റെ ഫ്ലേവർ. ഞാൻ അത് മുന്നേ ഉണ്ടാക്കിയ കേക്കാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ നല്ല ഇതുണ്ടോ, ഉള്ളൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരമൊക്കെ പാകത്തിനാണ്. അപ്പോൾ ഇതേപോലത്തെ കേക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. പിന്നെ അതേപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അതേപോലത്തെ കേക്കുകളൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ എല്ലാവരും അല്ലേ? അതേപോലെ നമ്മളെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആരും ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട. എല്ലാവരും വെച്ചോളി, തിന്നോളി.